ഫിക്ഷൻ പുസ്തകങ്ങൾ വായിക്കാൻ, പ്രത്യേകിച്ചും ത്രില്ലറുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സ്ഥിരം വായിക്കാറുള്ള ജോണറിൽ നിന്ന് മാറ്റി നോൺ ഫിക്ഷൻ പുസ്തകങ്ങളും പരീക്ഷിക്കണം, അല്ലെങ്കിൽ അതിന്റെ രുചി എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. അതിന്റെ ഫലമായിട്ട് ചില നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അവ വായിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തുടക്കക്കാർക്ക് ചേരുന്നത്, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് താല്പര്യം തോന്നാൻ സാധ്യതയുള്ള കുറച്ച് പുസ്തകങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യത്തെ പുസ്തകം സുധാമേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഇത് പല ദേശങ്ങളിലും പല കാലഘട്ടങ്ങളിലും പല കാരണങ്ങളാൽ പല വിധങ്ങളിലുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളുടെയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും കഥയാണ് പറയുന്നത്. ഒരു നോൺ ഫിക്ഷൻ പുസ്തകമാണെങ്കിൽ പോലും വളരെ താല്പര്യത്തോടെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. അടുത്ത രണ്ട് പുസ്തകങ്ങൾ അരുൺ എഴുത്തച്ഛൻ എഴുതിയതാണ്. ആദ്യത്തേത് വിശുദ്ധ ഭാവങ്ങളുടെ ഇന്ത്യ. ദേവദാസി സമ്പ്രദായം പോലെയുള്ള സമ്പ്രദായങ്ങളുടെ, അതായത് ആചാരങ്ങളുടെ ഫലമായിട്ട് വേശ്യാവൃത്തിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ, അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് വിശുദ്ധ ഭാവങ്ങളുടെ ഇന്ത്യ പറയുന്നത്. ഒരു മസ്റ്റ് റീഡ് തന്നെയാണ് ഈ പുസ്തകം. നമ്മൾ 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും എത്ര മോശമായിട്ടുള്ള, അല്ലെങ്കിൽ എത്ര അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ്. ഇതിൽ പലതും ഇപ്പോൾ നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എങ്കിലും ഒരുപക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോഴും ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ രണ്ടാമത്തെ പുസ്തകമാണ് മതപ്പാടുകൾ. ഇതും പല വിധത്തിലുള്ള അനാചാരങ്ങളെക്കുറിച്ചാണ്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള അനാചാരങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. പല വിധങ്ങളിലുള്ള അനാചാരങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. കേൾക്കുമ്പോൾ നമുക്ക് ഭീതി തോന്നിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങൾ വരെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകവും ഒരു മസ്റ്റ് റീഡ് തന്നെയാണ്. അടുത്തത് ലിജീഷ് കുമാറിന്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള വർത്തമാന പുസ്തകം. ഒരു കോൺവെർസേഷൻ സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. പല രാജ്യങ്ങളിലുള്ള ചില വ്യക്തികളുമായിട്ട് എഴുത്തുകാരൻ നടത്തുന്ന സംഭാഷണങ്ങളാണ് പുസ്തകത്തിൽ വരുന്നത്. അതിൽ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ആശയങ്ങളിലെ വ്യത്യാസം, അല്ലെങ്കിൽ ചേർന്ന് പോകാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ പുസ്തകത്തിൽ വരുന്നുണ്ട്. വളരെ ജെനുവിൻ എന്നെനിക്ക് തോന്നിയ ഒരു പുസ്തകമാണ് വർത്തമാന പുസ്തകം. അവസാനത്തെ പുസ്തകം ഗായത്രി അരുൺ എഴുതിയ യാത്രയ്ക്കപ്പുറം. ഇതൊരു യാത്രാക്കുറിപ്പ് എന്ന് പറയുന്നതിലുപരിയായിട്ട് ഓരോ സ്ഥലങ്ങളുമായിട്ട് എങ്ങനെയാണ് വൈകാരികമായിട്ട് എഴുത്തുകാരിക്ക് അടുപ്പം തോന്നിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വളരെ പേഴ്സണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് രീതിയാണ് എഴുത്തുകാരി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ടീ ടൈം റീഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് യാത്രയ്ക്കപ്പുറം. ഈ 5 പുസ്തകങ്ങളാണ്. തുടക്കക്കാർക്ക് നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാകും എന്നെനിക്ക് തോന്നിയ പുസ്തകങ്ങളാണ്. നിങ്ങളിപ്പം മറ്റ് ജോണർ വായിക്കുന്നവർ നോൺ ഫിക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ 5 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തുടക്കക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ 5. താങ്ക് യു.